ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോകണം കേട്ടോ. രാജസ്ഥാനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. കാരണം കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് മേടിക്കാനുണ്ടായിരുന്നു. കാരണം ട്രെയിനിൽ കുറച്ച് ദിവസം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങി. രാത്രി 12 മണിക്കായിരുന്നു ട്രെയിൻ. ഞങ്ങളോട് 10 ആകുമ്പോഴേനും റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ട്രെയിൻ 12 മണിക്കാണ് ട്രെയിൻ. കണ്ടില്ലല്ലോ, ഞാനുണ്ട് കേട്ടോ. 12 മണിക്കാണ് ട്രെയിന്. ഞങ്ങൾ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. എന്തിനെത്തിയത്? സാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളിനി കുറേ പേരെത്താനുണ്ട്. ഇപ്പൊ കുറച്ച് ആധാർ കാർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കും. ട്രെയിൻ 12 മണിക്കാട്ടോ വരിക. ഓക്കെ ബൈ. കേക്ക് മുറിക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചാൽ കേക്ക് തിന്നിട്ട് വരാം. കേട്ടോ പോവുകയാണ്. ട്രെയിൻ വരാൻ ടൈമായി. ട്രെയിനിൽ കയറി കേട്ടോ. ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടുന്നതിന് തിരക്കാരുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രെയിനിലെല്ലാവരും ഇരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം ടൈം എത്രയാണ്? 12:30 ആയിട്ടുണ്ട് കേട്ടോ. 12:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കിടക്കാൻ പോകണം. നാളെ വരാം. പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി എല്ലായി. നല്ല സെൻറ്റർ പേരെ പല്ലൊക്കെ തേച്ച് ഇനി ചായ കുടിക്കണം. രാവിലത്തെ ഫുഡൊക്കെ കഴിക്കണം. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. ശരി. ഏതൊരു കുട്ടി കയറിയിരിപ്പുണ്ട്. പറയുന്നില്ലേ? അതെ, പക്ഷെ ഞങ്ങൾക്ക് അവർ മാറി തരുന്നില്ല. അത് അവിടെ കണ്ട ആൾക്കൂട്ടം. അപ്പോൾ അവിടെ ഒരു കൊച്ചി ഇരുന്ന്, അവിടെയല്ല, അതിൻ്റെ പുറകിലാണ് കേട്ടോ. അവിടെ ഒരു നീല ഇത് കണ്ടില്ലേ? അവിടെയാണ് കേട്ടോ. നല്ല എല്ലാവരും കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ബ്രെഡ്, പെണ്ണിന് ചിക്കൻ കറി, ഇവിടെ പത്തിരി, വേറെ ഇതിൽ കറി, അതൊക്കെയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡ് കഴിക്കുമ്പോഴാണ് കഴിക്കുന്നത്. ബ്രെഡും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറി കാണിക്കട്ടെ. ചിക്കൻ കറി ബ്രെഡുമാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പത്തിരി ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുക. ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥലം കുംട്ടയല്ല, കുംട്ട അത് പറഞ്ഞ സ്ഥലത്തെത്തി. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ സീറ്റ് പോയി ഗൈസ്. ഞങ്ങൾക്ക് 1.5 ദിവസത്തെ യാത്ര കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ബേക്കറി, പലഹാരങ്ങൾ, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. എല്ലാവരും കാഴ്ചയൊക്കെ കണ്ട് പുറത്തിരിക്കുകയായിരുന്നു. കുറേ നേരം നമുക്ക് ട്രെയിനിലിരിക്കുമ്പോഴുള്ള അസ്വസ്ഥതകളൊക്കെ ഞങ്ങൾക്ക് പിന്നെ വരാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയിരുന്നത്. ഇപ്പം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഡിഗ്രിയിലെ ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പലഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ബ്രെഡും ജാമും അവസ്ഥയാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇരിക്കുകയാണ്. എൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു 6:45 ആകുമ്പോഴാണ് ഞങ്ങൾ ഗുജറാത്ത് എത്തുക, അഹമ്മദാബാദിലെത്തുക. ഞങ്ങളിങ്ങനെ അഹമ്മദാബാദിലെത്തിയാറായി. ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം ഇറങ്ങും. ട്രെയിൻ ഇപ്പം നിർത്തും. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി ഞങ്ങൾ എവിടേക്ക് പോകും? നമ്മൾ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിലേക്ക് പോയിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ.
രാവിലെ ഒരു 6:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തി. പിന്നെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിൽ പോയി ഡ്രസ്സ് മാറ്റി, അങ്ങനെ ഫ്രഷായി ഡ്രസ്സ് മാറ്റി ഞങ്ങൾ നേരെ സ്ഥലം കാണാൻ ഇറങ്ങി കേട്ടോ. കണ്ടോ, ഞങ്ങൾ അഹമ്മദാബാദ് എത്തിയത്. അഹമ്മദാബാദിലെ റെയിൽവേ സ്റ്റേഷനാണ്. എല്ലാവരും ബസ്സിൽ കയറാനുള്ള പുറപ്പാടിലാണ്. തണുപ്പൊക്കെ ഉണ്ട്, എങ്കിലും കുറവാണ്. കണ്ടോ, അവിടെ കാണുന്നതാണ് അഹമ്മദാബാദ്. ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാൻ വന്നത്. ഞങ്ങൾ വന്ന ബസ് ഇതാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകണം. നല്ല തണുത്തിരിക്കുകയാണ്. ഞങ്ങൾ തണുത്ത് വിറച്ചിരിക്കുകയാണ്. ജാൻവി ഒരു ഹായ് കൊടുക്കൂ. ജാൻവി ഹായ് ഹായ്. ദൃശ്യം പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. എത്തി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഞങ്ങൾ കുളിക്കാൻ വേണ്ടി തയ്യാറ്. ഒരാൾ കുളിക്കാൻ കയറി. നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലഗേജ്. ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. പോഹ എന്ന് പറയുന്ന സാധനം, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയും ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ സ്ഥലം കാണാൻ പോവാണ്. ബസ്സിൽ കയറി, പിന്നെയും ബസ്സിൽ കയറി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ആ ടൈമിൽ ബസ്സിൽ പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫസ്റ്റ് ഒരു അമ്പലത്തിലായിരുന്നു പോയത്. അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അവിടെ നിന്ന് കിട്ടിയൊരു പടമാണ് കേട്ടോ ഇത്. അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. സ്ഥലം നമ്മളിപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ വേറെ ഏതൊരു സ്ഥലത്താണ്. ഇങ്ങനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതെ ഗൈസ്, എന്തോ ഒരു സ്റ്റെപ്പല്ലോ അങ്ങനെ എന്തോ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തിരി സൗണ്ട് കൂട്ടി പറയണേ. സൗണ്ട് ഇല്ല ഗൈസ്, സൗണ്ട് പാട്ടുകാരി ആയതുകൊണ്ട് ഭയങ്കര. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. ഞങ്ങൾ പോയത് അദലാജ് സ്റ്റെപ്പ് വെല്ലാണ് കേട്ടോ. അവിടെ ഈ പഴയ രാജാക്കന്മാരുണ്ടാക്കിയൊരു സ്ഥലമാണ്. വെള്ളമൊക്കെ കിട്ടി. അതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അവിടെ പണ്ടത്തെ രാജാക്കന്മാർ വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ടും വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ഉണ്ടാക്കിയൊരു കുളമാണിത്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വെള്ളം പോയി എടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ ഇവിടുത്തെ കൊത്തുപണികളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കിയത്, ഇപ്പോൾ കാണിച്ച സ്ഥലം ഉണ്ടാക്കിയത് റാണിയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണിത്. പണ്ടത്തെ രാജാക്കന്മാർ ഉണ്ടാക്കിയതെന്നൊക്കെയാണ് പറയുന്നത്. ഇത് റാണി ഉണ്ടാക്കിയതാണ്. റാണിക്ക് പോവാന്ന് പറയുന്നത്. അതെ, അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന കാണാൻ. നമ്മളങ്ങനെ വെള്ളം കണ്ടുപിടിച്ചു. അവിടെ കാണുന്നൊരു പച്ച കളറുണ്ട്, അതാട്ടോ വെള്ളം. ആ പച്ച കളറാണ് വെള്ളം. പണ്ട് കാലത്ത് ഇവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അതുകൊണ്ട് രാജ്ഞിയും രാജാക്കന്മാരും ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്നു. എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും അല്ലാണ്ട് സിംഗിൾ ഫോട്ടോ ഒക്കെ കുറേ പേര് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. കണ്ടോ, അവിടെയാണ് ഞങ്ങൾ പോയത്. അതെ കണ്ടതിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. നമ്മൾ താഴെ വെള്ളം കണ്ടില്ലേ, അതിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഇത്. ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. അവിടെയാണ് വെള്ളമുള്ളത്. ഇത് കിണറാണ് കേട്ടോ. ആണ് ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ. പോവാ, ഫുഡ് കഴിച്ചിട്ട് വരാം. 2 സ്ഥലത്ത് പോയി. ഒരു അമ്പലത്തിൽ, അവിടെ ക്യാമറയും അലൗഡ് അല്ലായിരുന്നു, ഫോണും അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. പിന്നെ രണ്ടാമത് പോയത് ഈ സ്റ്റെപ്പ് വെല്ലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. സോ ഗായ്സ്, നമ്മൾ ഡേ 2 അഹമ്മദാബാദിൽ ഇപ്പോൾ ലഞ്ച് കഴിക്കുന്നതാണ്. ലഞ്ച് നമ്മുടെ നാട്ടിലത്തെ പോലെ വളരെ വെറൈറ്റിയാണ്. നമ്മളൊരു പ്ലേറ്റ് എടുത്താൽ ഒരു പ്ലേറ്റാണ്. എന്തൊക്കെയോ കറിയൊക്കെ ഇവിടെ സാലഡ് ആയിട്ടാണ്. എങ്ങനെ ഉണ്ടാവും ഫുഡ്? 2, 3, 4, 5 ബൗളാണ് നമുക്ക്. സ്പൂണുണ്ട്, ടിഷ്യൂ. ഓ, ഇങ്ങൾക്ക് രണ്ടൊക്കെ ടിഷ്യൂ കിട്ടിയില്ല. ഞങ്ങൾക്ക് ടിഷ്യൂ കിട്ടിയില്ല ഗൈസ്. ഇവർക്കൊക്കെ ടിഷ്യൂ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് വരാം. അവരാ ഫുഡ് വന്നിട്ട് വരാം. അപ്പോൾ ബാക്കി ഫുഡ് വന്നിട്ട് പറയാം.
അവിടെ താലി എന്ന് പറഞ്ഞ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പപ്പടം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പനീറിൻ്റെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ വൻപയറിൻ്റെയും, പിന്നെ മധുരമായിട്ട് കേസരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, പിന്നെ കുടിക്കാൻ മോരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫുഡ് മികച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നിങ്ങളുടെയൊക്കെ ഫുഡിന്റെ അഭിപ്രായം പറയൂ. വളരെ മോശമായിരുന്നു. വളരെ മോശം. പച്ചരിച്ചോറും ഉണക്കച്ചപ്പാത്തിയും ഒരു കട്ട പോലത്തെ പനീർ എന്ന് പറഞ്ഞ ഒരു സാധനം തന്നിട്ടുണ്ട്. പപ്പടം ചുട്ടിട്ട് ഒരു കഷ്ണം പകുതി തന്നു. പക്ഷെ പപ്പടത്തിന് എന്തൊക്കെയോ വേറെ രുചികളൊക്കെ ഉണ്ടിട്ടില്ല അല്ലേ? പപ്പടം പിടിച്ച് തിന്നിട്ടില്ല. വരെയാണെങ്കിൽ ആരും ഉരുളക്കിഴങ്ങിന്റെ കറിക്ക് ഒരു മധുരം ഉണ്ടായിരുന്നു. മമ്പയറിന് നീളം കൂടുതലാ. അത് ഇവിടുത്തെ പയറൊക്കെ അങ്ങനെയാന്ന് തോന്നുന്നു. പിന്നെ മറ്റേ പനീർ കുഴപ്പമില്ലായിരുന്നു. ചപ്പാത്തി പനീർ മാത്രം കേട്ടോ ഞാൻ കഴിച്ചത്. ഓക്കെ ബൈ. ഇന്ന് ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവാം. ഉച്ചത്തെ ഫുഡ് കഴിച്ച് വിശപ്പ് മാറാത്തതുകൊണ്ട് തന്നെ ബസ്സിൽ കയറുന്ന ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. കാരണം ഫുഡൊന്നും അധികം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കേണ്ടിരുന്നത്. നമ്മൾ സബർമതി ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. ഞങ്ങൾ സബർമതി ആശ്രമത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ എൻട്രി ആണിത്. ഇവിടെ അങ്ങ് കണ്ടോ റിവറുണ്ട്. റിവർ നമ്മുടെ ഹോട്ടൽ വയ്യല്ലേ നടക്കാൻ. നമ്മുടെ ഗാന്ധിജീൻ്റെ സംഭവം കേട്ടോ. ചർക്ക എന്താ പറയാ? ഇതാണ് കേട്ടോ ചർക്ക. ഗാന്ധിജി പഴയ കാലത്ത് താമസിച്ച വീട്. ഇവിടെ ഗാന്ധിജിയുടെ ചർക്കയും പിന്നെന്താ കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇത് പഞ്ഞുകൊണ്ട് നൂലുണ്ടാക്കുന്നതാണ് കേട്ടോ. അവിടെ നമുക്കങ്ങനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ അവിടെ കാണിച്ചു തരും. ആ മിഷനിലിട്ടിട്ട് അവർ ഇങ്ങനെ കറക്കുമ്പോൾ പഞ്ഞി നൂലായിട്ട് വരും കേട്ടോ. കണ്ടോ നൂലായിട്ട് അവരിങ്ങനെ വലിക്കുമ്പം അതിങ്ങനെ എത്ര വലിക്കുന്നോ അതിനനുസരിച്ച് നൂലായിട്ട് ചെറിയ നൂലായിട്ട് വരുന്നതാണ്. ഗാന്ധിജിന്റെ ചെരുപ്പ്, കണ്ണട, ഗാന്ധിജിയുടെ ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ സംഭവങ്ങൾ. തത്തേനെ കാണുന്നുണ്ടാ? അത് മുഴുവൻ തത്തയാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ തത്തകളുണ്ട് ഇവിടെ. നമ്മളവിടെ കാക്കകളുള്ള പോലെ എന്ന് തോന്നുന്നു. റിവറാണ് കേട്ടോ ഗൈസ്. ഗൈസ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. കങ്കരിയാർ ലേക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഇതുപോലെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ കാണിച്ചു. ഞങ്ങൾ കങ്കരിയാർ ലൈക്കിലേക്ക് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്യട്ടെ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ കങ്കരിയാർ ലൈക്കിലെത്തിയിരിക്കുകയാണ്. നന്ദനന്റെ മൂടൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഇത്ര നേരം റീൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടോ വീഡിയോ എടുക്കണ്ടിരുന്നത്. പച്ച റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. കയറാൻ മറ്റേ ആകാശത്തോടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിലേക്ക് കയറാൻ പോവാണ്. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞ വീഡിയോ അവിടെ ആക്കിയത്, അതിനൊന്നും പറയുന്നില്ല. അതിനകത്ത് കയറാൻ പോയിട്ടുണ്ട്. നമ്മുടെ വ്ളോഗർ പോയിട്ടുണ്ട്. അപ്പോൾ വ്ളോഗറെ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇനി ഇത് ഓണാകുമ്പോൾ കാണിച്ചു തരാം. ഗൈസ് ഓണാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവാണ്. ഗൈസ് ഞങ്ങൾ ഇപ്പം പോവാണ്, ബസ്സിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എവിടേക്ക് പോകും? ട്രെയിനിൽ കയറി പോവും.
ജയ്സൽമീറിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. നൈറ്റ് ട്രെയിൻ ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ ട്രെയിനുണ്ട്. 10 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിന്. അത് കഴിഞ്ഞ ക്വാളിറ്റിയുള്ള നല്ലൊരു ഇതാണ്. ഇനി ഫുഡ് എങ്ങനെയാണെന്ന് കണ്ടറിയണം. ഫുഡ് കഴിക്കാൻ പോകണം. പക്ഷേ ഫുഡ് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇതെന്തോ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു കറിയാണ്. പിന്നെ കുറച്ച് സവാള ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചാർ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തെ ഫുഡ് വന്നു. പനീർ കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ നാനും ഗാർലിക് നാനും ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചതിൽ ഏറ്റവും മികച്ചതായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാം നാനാണെങ്കിലും കറിയാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഇനി ബസ്സിൽ കയറാൻ പോവാ. ബസ്സിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കാരണം ഇന്ന് 10 മണിക്ക് ട്രെയിൻ കയറി പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ നമ്മൾ ജയ്സൽമീർ എത്തും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. ബൈ.